ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. എക്സാമൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ചെറിയ ലെമൺ കൊണ്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു 2 പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്, കുറച്ച് സോൾട്ട് ഉണ്ട്, കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാട്ടർ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. 2 ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടോ? ഇനി ഞാൻ ഇതിൽ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സോൾട്ട് എടുക്കുകയാണ്. ആവശ്യത്തിന് കുറച്ച് സോൾട്ട് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒരു ഗ്ലാസ്സിൽ എന്ത് സംഭവിച്ച് കാണും? വാട്ടറിന് സോൾട്ട് വാട്ടറും നോർമൽ വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സോൾട്ട് വാട്ടറിന് എന്ത് സംഭവിച്ചു? സോൾട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി, അതായത് സാന്ദ്രത കൂടിയിട്ടുണ്ട്. നോർമൽ വാട്ടറിന് ഒരു കുഴപ്പമില്ല. അപ്പം ഇനി എന്തുകൊണ്ടാണ് നാരങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിതിൽ ഓരോ നാരങ്ങ എടുത്ത് ആദ്യത്തെ ഒരെണ്ണം എടുത്ത് ഞാൻ നോർമൽ വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്ത് സംഭവിച്ചു? നാരങ്ങ അതിനകത്ത് താഴ്ന്നു കിടക്കുന്നു. ഇനി അടുത്ത് ഞാൻ ഉപ്പ് വെള്ളത്തിലേക്ക് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കുന്നു. ശ്രദ്ധിക്കാം, നാരങ്ങ എന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു. ഇതാണ് ഡിഫറൻസ്. നോർമൽ വാട്ടറിൽ നാരങ്ങ താഴ്ന്നു പോയി, ഉപ്പ് വെള്ളത്തിൽ നാരങ്ങ പൊങ്ങിക്കിടക്കുന്നു. എന്തായിരിക്കാം കാരണം? അതായത് സോൾട്ട് വാട്ടറിന് എന്താണ്? ലെമണിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നാരങ്ങ പൊങ്ങിക്കിടക്കുന്നത്, അല്ലേ? ഉപ്പുവെള്ളത്തിന് എന്താണ്? നാരങ്ങയേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് നാരങ്ങ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ടല്ലേ ചാവുകടലിൽ വീണാലും മനുഷ്യർ പൊങ്ങിക്കിടക്കുന്നത്?